ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ പിശാചിനെ അല്ലാതെ ആരെയാണ് ആശ്രയിക്കുക? ഇത് പറയുന്നത് എമ്പുരാൻ സിനിമയാണ്. അതായത് ദൈവപുത്രനും തെറ്റ് ചെയ്യും, അവിടെ രക്ഷകനായി എത്തുന്നത് പിശാചാണ് എന്നാണ്, അല്ലെങ്കിൽ സാത്താനാണെന്നാണ്. അപ്പോ ദൈവപുത്രൻ എന്ന് നമ്മൾ പറയുന്നത് യേശുവിനെയാണ് ദൈവപുത്ര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദൈവപുത്രനായ യേശുവിനെ പോലും എന്താ പറയുക, മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യേശു പോലും തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ദൈവപുത്രൻ പോലും തെറ്റ് ചെയ്താൽ രക്ഷകനായി എത്തുന്നത് സാത്താനാൽ പിശാചാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ എമ്പുരാനിൽ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ വലിയ വിഷമത്തിലാണ്, വലിയ വേദനയിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ലൂസിഫർ എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് ദൈവത്തെ തോൽപ്പിക്കുന്നു. ദൈവം തെറ്റ് ചെയ്യുമ്പോൾ അവിടെ പിശാചാണ് വരുന്നതെന്നും ആ പിശാചാണ് പിന്നീട് ഈ ദൈവപുത്രന്മാർ തെറ്റ് ചെയ്യുന്നവരെ തോൽപ്പിക്കുന്നതും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ക്രൈസ്തവരെ ഹിന്ദുവിനെ ഒരു തരത്തിൽ ഈ കലാപത്തിലൂടെ മോശക്കാരാക്കാനും നാണം ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നാണം കെടുത്താനും വിമർശിക്കാനും അവരെ ആളുകൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആരോപണങ്ങൾ ഒക്കെ വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ക്രൈസ്തവരെ കൂടി വേദനിപ്പിക്കുന്ന തരത്തിലാണ് എമ്പുരാൻ എന്ന സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം വേദനയിലാണ് എന്ന് പറയുന്നത്. ഈ ലൂസിഫർ സിനിമ വന്നപ്പോൾ സത്യത്തിൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകാത്തത് അതിന്റെ കഥാതന്തു അത് കൃത്യമായി പറഞ്ഞു പോവുകയാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ആ കൃത്യമായ ലൂസിഫർ എന്ന് പറയുന്നതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിവാദങ്ങളും ആരോപണങ്ങളും ഒന്നുമില്ലാതെ ചർച്ചയ്ക്ക് പോലും വലിയ ഹിറ്റ് എന്നുള്ള ചർച്ചയ്ക്കപ്പുറം ഒരു വിവാദങ്ങളും ഉണ്ടാക്കാതെ അത് പോയി. പക്ഷെ ഇതിൽ വംശഹത്യ പറയുന്നുണ്ട്, ഭീകരവാദത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഭീകരവാദികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നലെ ഒരു അമ്മ പറയുന്നത് ഞാൻ കേട്ടത്, സത്യത്തിൽ എൻ്റെ മക്കളെ കൊണ്ട് ഈ സിനിമ കാണിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം എൻ്റെ മക്കൾ ഇതൊക്കെ കണ്ട് പഠിക്കില്ലേ, അവർ ഇന്ത്യയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർ തീവ്രവാദത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക, ഈ സിനിമ നൽകുന്ന സന്ദേശം എന്താണ്? ആ അമ്മ ചോദിക്കുകയാണ്. ഞാൻ ടിക്കറ്റ് എടുത്ത് എൻ്റെ മക്കളെയും കൊണ്ട് ഈ സിനിമ കാണാൻ കയറി. ഇറങ്ങുമ്പോൾ എൻ്റെ മക്കൾ ഇതിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് പിശാചിന്റെ സിനിമയാണോ? ദൈവപുത്രൻ തെറ്റ് ചെയ്യുമോ? അപ്പൊ ദൈവപുത്രനെ നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കാനോ വിശ്വസിക്കാനോ പാടില്ലേ? ദൈവമല്ലേ? ദൈവവും തെറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ തീവ്രവാദികൾ, ഈ അന്വേഷണ ഏജൻസികൾ, ഇവരൊക്കെ ചുമ്മാ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നവരാണോ? ഇവരൊക്കെ വെറുതെ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി തല്ലിച്ചതയ്ക്കുന്നവരാണോ? ഗോത്ര കലാപത്തിൽ ഹിന്ദുക്കൾ മുസ്ലിംസിനെ കൊന്നു തീർത്തതാണോ? എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്ന സന്ദേശം? എന്താണ്? സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് പുറത്തു വരുമ്പോഴും വിവാദം തീരുന്നില്ല. സിനിമയിൽ ക്രൈസ്തവ ചിഹ്നങ്ങളെ മോശമായി ചിത്രീകരിച്ചുവെന്ന അഭിപ്രായം ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ സജീവമാണ്. KCBC അടക്കമുള്ള ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ സിനിമയിലെ പലതിനോടും എതിർപ്പുണ്ട്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സിറോ മലബാർ സഭ സിനിമയുടെ പ്രമേയം സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെന്ന് സിറോ മലബാർ സഭ ആരോപിച്ചു. കത്തോലിക്ക വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങളെ എമ്പുരാൻ അവഹേളിക്കുന്നുണ്ട് എന്നും സഭ പറയുന്നുണ്ട്. മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല, ഇത് ബോധപൂർവമാണ് എങ്കിൽ അംഗീകരിക്കാനാകില്ല എന്നും ഈ കാര്യത്തിൽ അടിയറ പ്രവർത്തകർ ജാഗ്രത കാണിക്കണമെന്നും സിറോ മലബാർ സഭ പറയുന്നുണ്ട്. കുരിശ് തകർന്നു വീഴുന്നതും കത്തിപ്പടരുന്നതുമെല്ലാം ചിത്രത്തിലുണ്ട്. ഇത് സഭയെ വേദനിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ ഖേദപ്രകടനത്തെക്കുറിച്ചും സിറോ മലബാർ സഭ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസികളുടെ വിഷമം എന്തുകൊണ്ട് കാണാതെ പോയി എന്നും നിലവിലെ സാഹചര്യം ആശങ്ക ഉളവാക്കുന്നുണ്ട് എന്നും സിറോ മലബാർ സഭ അറിയിച്ചു. അണിയറ പ്രവർത്തകരാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. വിനോദോപാധിയെ വിവാദ ഉപാധിയാക്കരുതെന്നും സഭ കുറ്റപ്പെടുത്തി. അതേസമയം RSS മുഖപത്രം ഓർഗനൈസറിൽ വന്ന ലേഖനത്തോട് സിറോ മലബാർ സഭ പ്രതികരിച്ചില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് പ്രതികരണമില്ല എന്നാണ് സഭ വ്യക്തമാക്കിയത്. സഭാവിശ്വാസങ്ങളെ ഉയർത്തി കാണിക്കുന്ന സിനിമകൾ തുടർച്ചയായി വരുന്നുണ്ട് എന്നും ഇത് സഭയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നും സഭ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ വിശ്വാസ പ്രശ്നങ്ങളാണ് സഭ ഉയർത്തുന്നത്. ഇത് ജിതിൻ കെ ജേക്കബിന്റെ പോസ്റ്റും വിവിധ ഗ്രൂപ്പുകളിൽ വൈറലാണ്.
ആ സീനിന്റെ അവസാനം മുകളിൽ നിന്ന് ഒരു കുരിശൊടിഞ്ഞ് തല കുത്തി വീഴുന്നു. കുരിശിന്റെ മറ്റു ഭാഗങ്ങൾ ഒടിഞ്ഞുപോയി. ലൂസിഫറിനെ കുറിക്കുന്ന എൽ ബാക്കിയാകുന്നു. പിന്നിൽ തകർന്ന പള്ളിയുടെ ഏരിയൽ ഷോട്ട് കാണിച്ച് സീൻ അവസാനിക്കുന്നു. അതായത് ലൂസിഫർ എന്ന് പറയുന്നത് പിശാജാണ്. പിശാജ് ദൈവത്തെ തോൽപ്പിക്കുന്നു. ഇതാണ് ജിതിൻ ജേക്കബ് പറഞ്ഞു വെക്കുന്നത്. വിവാദ ചിത്രം എമ്പുരാൻ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് വിമർശിച്ച് സംഘപരിവാർ വാരികയായ ഓർഗനൈസറിലെ 2ാം ലേഖനം എത്തിയിരുന്നു. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗ് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. മുരളി ഗോപി പൃഥ്വിരാജും ഉണ്ടാക്കിയ പ്രൊപ്പഗാൻഡ സിനിമയാണ് എമ്പുരാനെന്നും സിനിമയ്ക്കെതിരെ ക്രിസ്ത്യാനികൾ രംഗത്ത് വരണമെന്നും ലേഖനത്തിൽ ആഹ്വാനമുണ്ട്. ഈ മലയാള സിനിമ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. ഖുറാനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ഇങ്ങനെ പറയാൻ ഒരു സിനിമ ധൈര്യപ്പെടുമോ? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ മറ്റു മതങ്ങളോടും ഇങ്ങനെ കാണിക്കുമോ എന്നും ലേഖനത്തിൽ ചോദ്യമുയർത്തുന്നുണ്ട്. ഈ ലേഖനം എത്തിയതിന് പിന്നാലെയാണ് KCBC അടക്കമുള്ള സഭാ നേതൃത്വങ്ങൾ വിഷയത്തിൽ ചർച്ച തുടങ്ങിയത്. സിറോ മലബാർ സഭ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ജിതിൻ കെ ജേക്കബിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: എമ്പുരാൻ പിശാജിന്റെ സന്തതി. ഈ പോസ്റ്റ് ക്രിസ്ത്യൻ വിശ്വാസികളെ ഉദ്ദേശിച്ചുള്ളതാണ്. എമ്പുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നേരെയും വിഷം തുപ്പുന്നതും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായാണെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ചു കടത്തലിലൂടെയുമാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികളെയാണ് എന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത. ഇന്നലെ ഓർഗനൈസറിൽ എഴുതിയ ലേഖനം കണ്ട ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ക്രിസ്ത്യൻ നാമധാരികളാണ്. ഇത്തരം നിഷ്കുക്കൾ ഉള്ളതാണ് ഇവരുടെ ബലം. എമ്പുരാനിലെ ലൂസിഫറിലെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ പറയും മുൻപ് കുറച്ച് പുറകിലോട്ട് സഞ്ചരിക്കണം. പൃഥ്വിരാജ് എന്ന നിലപാടുള്ള മഹാനടന്റെ പല സിനിമകളിലും സാത്താൻ സേവ അല്ലെങ്കിൽ പൈശാചിക ആരാധന, ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം, ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് കാണിക്കൽ, പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം, പൈശാചിക സ്തുതികൾ, യേശുക്രിസ്തുവിനെ ഇൻഡയറക്റ്റായി അവഹേളിക്കൽ എല്ലാം കാണാൻ കഴിയും. കുറച്ച് സിനിമകളുടെ പേര് പറയാം: സ്റ്റോപ്പ് വയലൻസ്, ആദം ജോൺ, നയൻ, എസ്ര, കോൾഡ് കേസ് തുടങ്ങിയ സിനിമകളിൽ നേരിട്ട് തന്നെയാണ് സാത്താൻ സേവയും സാത്താൻ ആരാധനയും സാത്താൻ ബിംബങ്ങളും ഒക്കെ കാണിക്കുന്നത്. 666, 616, 888, FFF തുടങ്ങിയവയൊക്കെ പൈശാചിക ബിംബങ്ങളായാണ് കരുതപ്പെടുന്നത്. 666 എന്ന നമ്പറിനെ കുറിച്ച് ബൈബിളിൽ പോലും പറയുന്നുണ്ട്. സെവന്ത് ഡേ മെമ്മറീസ് തുടങ്ങിയ സിനിമകളിലും സാത്താനിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ഒളിച്ചു കടത്തുന്നു. ഈ സിനിമകളിൽ ഒട്ടുമിക്കതും 8 നിലയിൽ പൊട്ടിയ സിനിമകളാണ്. എന്നിട്ടും അതേ പാറ്റേണിലുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ പലതിലും നിർമ്മാണ പങ്കാളിയായിരുന്നു എന്ന് പറയണ്ടല്ലോ. അതുപോലെ തന്നെ ലൂസിഫർ, എമ്പുരാൻ എന്നീ 2 സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്നത് സാത്താൻ സ്തുതികളും സാത്താൻ ബിംബങ്ങളും ഇല്ലാത്ത ബൈബിൾ വചനങ്ങളും ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യൻ വിശ്വാസികൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ അവഹേളിക്കലുമൊക്കെയാണ്. ലൂസിഫർ എന്നത് പൈശാചികതയുടെ രൂപമാണ്, അല്ലെങ്കിൽ തിന്മയായാണ് ബൈബിളിൽ പറയുന്നത്. ക്രിസ്ത്യ വിശ്വാസവും സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിന്റെ നമ്പർ 666, അത് സാത്താന്റെ നമ്പറാണ്. കഴുത്തൊടിഞ്ഞു കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിൽ പാമ്പ് കയറിയിരിക്കുന്നു. ബൈബിളിൽ പാമ്പാണ് പിശാചിന്റെ പ്രതീകം. ഇങ്ങനെ പോവുകയാണ് ആ പോസ്റ്റ്. എന്നാലും ക്രിസ്ത്യൻ സഭകളും വേദനയിലാണ്. 24 വെട്ടിയിട്ടും രക്ഷയില്ലല്ലോ പൃഥ്വിരാജെ.